എസ്തേർ ആമുഖം. ഹീബ്രു ഭാഷയിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥത്തിൻ്റെ 2 മൂലരേഖകൾ നിലവിലുണ്ട്. ഹീബ്രു ഭാഷയിലുള്ള ഒരു പകുതിയും 108 വാക്യങ്ങൾ കൂടുതലുള്ള ഒരു ഗ്രീക്ക് വിവർത്തനവും. ഈ വിവർത്തനത്തിൽ കൂടുതലായി കാണുന്ന വാക്യങ്ങളും കാനോനിക ഗ്രന്ഥങ്ങളിൽ പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ കഥയുമായി യഥാസ്ഥാനം ചേർത്തിട്ടുള്ളതുകൊണ്ട് അധ്യായങ്ങൾ തുടർച്ചയായിട്ടല്ല കാണുന്നത്. അധ്യായം 11. മഹാനായ അഹസ്വേരുസിന്റെ 2-ാം ഭരണവർഷം നീസാൻ മാസം 1-ാം തീയതി ജായീറിന്റെ മകൻ മൊർദെഖായി ഒരു സ്വപ്നം കണ്ടു. ജായീർ ബെഞ്ചമിൻ ഗോത്രത്തിലെ കിഷിന്റെ മകൻ ഷിമേയിയുടെ പുത്രനായിരുന്നു. സൂസാ നഗരത്തിൽ ജീവിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിൽ സേവനം ചെയ്തിരുന്ന മഹാനായ ഒരു യഹൂദനായിരുന്നു മൊർദെഖായി. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ യൂദാ രാജാവായ യെഖോനിയായോടൊപ്പം ജെറൂസലമിൽ നിന്ന് കൊണ്ടുപോകുന്ന തടവുകാരിൽ ഒരുവനായിരുന്നു അവൻ. സ്വപ്നം ഇതായിരുന്നു: ഭൂമുഖത്ത് ബഹളവും സംഭ്രാന്തിയും ഇടിമുഴക്കവും ഭൂകമ്പങ്ങളും ലഹളയും 2 ഭീകരസത്വങ്ങൾ പൊരുതാൻ ഒരുങ്ങി മുന്നോട്ട് വന്നു. അവ അതിഭയങ്കരമായി അലറിക്കൊണ്ടിരുന്നു. അവയുടെ അലർച്ച കേട്ട് സകല ജനതകളും നീതിമാന്മാരുടെ ജനതയ്ക്കെതിരെ യുദ്ധത്തിനൊരുങ്ങി. ഭൂമുഖത്ത് അന്ധകാരത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും കഷ്ടതയുടെയും ദുരിതത്തിൻ്റെയും പീഡനത്തിൻ്റെയും മഹാകലാപത്തിൻ്റെയും ഒരു ദിവസം. നീതിമാന്മാരുടെ ജനത മുഴുവൻ കഷ്ടതയിലായി. തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ദുഷ്ടതകളെ അവർ ഭയപ്പെട്ടു. നശിക്കാൻ അവർ തയ്യാറായി. അപ്പോൾ അവർ ദൈവത്തെ വിളിച്ചു. അവരുടെ കരച്ചിലിൽ നിന്ന് ചെറിയ ഉറവയിൽ നിന്നെന്ന പോലെ ധാരാളം ജലമുള്ള ഒരു മഹാനദിയുണ്ടായി. പ്രകാശം വന്നു, സൂര്യൻ ഉദിച്ചേർന്നു. എളിയവർ ഉയർത്തപ്പെട്ടു, ഉന്നതർ നശിപ്പിക്കപ്പെട്ടു. ദൈവം ചെയ്യാൻ ഉറച്ചിരിക്കുന്നത് എന്തെന്ന് മൊർദെഖായി ഈ സ്വപ്നത്തിൽ കണ്ടു. ഉണർന്നപ്പോൾ അത് അവൻ്റെ മനസ്സിൽ തങ്ങി നിന്നു. അത് എല്ലാ വിശദാംശങ്ങളോടും കൂടെ ഗ്രഹിക്കാൻ അവൻ ദിവസം മുഴുവൻ ശ്രമിച്ചു. എസ്തേർ അധ്യായം 12. കൊട്ടാരത്തിന്റെ അങ്കണത്തിൽ കാവൽ നിന്നിരുന്ന ഗബാഥ, താറ എന്ന ഷണ്ടന്മാരോടൊപ്പം മൊർദെഖായി അങ്കണത്തിൽ വിശ്രമിക്കുകയായിരുന്നു. അവൻ അവരുടെ സംഭാഷണം കേൾക്കാനിടയായി. അവരുടെ ഉദ്ദേശ്യം ആരാഞ്ഞറിഞ്ഞു. അവർ അഹസ്വേരുസ് രാജാവിനെ വധിക്കാൻ ഒരുങ്ങുകയാണെന്ന് മനസ്സിലാക്കി. അവരെപ്പറ്റി അവൻ രാജാവിനെ അറിയിച്ചു. രാജാവ് ആ 2 ഷണ്ടന്മാരെ വിചാരണ ചെയ്തു. കുറ്റം സമ്മതിച്ച അവരെ വധശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു. രാജാവ് ഈ സംഭവങ്ങളുടെ ഒരു രേഖയുണ്ടാക്കി സൂക്ഷിച്ചു. മൊർദെഖായി അവയുടെ ഒരു വിവരണവും തയ്യാറാക്കി. രാജാവ് മൊർദെഖായിയോട് കൊട്ടാരത്തിൽ സേവനം ചെയ്യാൻ കൽപ്പിക്കുകയും ഇക്കാര്യങ്ങൾക്ക് അവന് സമ്മാനം കൊടുക്കുകയും ചെയ്തു. എന്നാൽ ബുഗേയനായ ഹമ്മേദാഥായുടെ മകൻ ഹാമാനോട് രാജാവിന് വലിയ മതിപ്പായിരുന്നു. അവനാകട്ടെ രാജാവിൻ്റെ ആ 2 ഷണ്ടന്മാരെ പ്രതി മൊർദെഖായെയും അവൻ്റെ ആളുകളെയും ഉപദ്രവിക്കാൻ തക്കം പാർത്തിരുന്നു. എസ്തേർ അധ്യായം 1. ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകൾ ഭരിച്ചിരുന്ന
അഹസ്വേരുസ് രാജാവ് തലസ്ഥാനമായ സൂസായിലെ സിംഹാസനത്തിൽ വാഴുമ്പോൾ തൻ്റെ 3-ാം ഭരണവർഷം തൻ്റെ സകല പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും പേർഷ്യയിലെയും മേദിയായിലെയും സേനാധിപന്മാർക്കും പ്രവിശ്യകളിലെ പ്രഭുക്കന്മാർക്കും നാടുവാഴികൾക്കും ഒരു വിരുന്ന് നൽകി. 180 ദിവസം അവൻ തൻ്റെ രാജകീയ മഹത്വത്തിൻ്റെ സമൃദ്ധിയും തൻ്റെ പ്രതാപൈശ്വര്യങ്ങളുടെ ആഡംബരപൂർണതയും അവരുടെ മുൻപിൽ പ്രദർശിപ്പിച്ചു. അത് കഴിഞ്ഞ് തലസ്ഥാനമായ സൂസായിലുണ്ടായിരുന്ന വലിയവരും ചെറിയവരുമായ സകലർക്കും കൊട്ടാരത്തിലെ ഉദ്യാനാങ്കണത്തിൽ വെച്ച് 7 ദിവസം നീണ്ടുനിന്ന വിരുന്ന് നൽകി. അവിടെ മാർബിൾ സ്തംഭങ്ങളിലുള്ള വെള്ളി വളയങ്ങളിൽ ചമന്ന നേർത്ത ചണനൂലുകൾ കോർത്ത് പരുത്തിത്തുണി കൊണ്ടുള്ള വെളുപ്പും നീലയുമായ യവനികകൾ തൂക്കിയിട്ടിരുന്നു. അമൃതശില, വെണ്ണക്കല്ല്, മുത്തുച്ചിപ്പി, രത്നക്കല്ലുകൾ ഇവ പടുത്ത് വർണ്ണശബളമാക്കിയ തളത്തിൽ പൊന്നുകൊണ്ടും വെള്ളികൊണ്ടും നിർമ്മിച്ച തൽപ്പങ്ങളും ഉണ്ടായിരുന്നു. വിവിധതരം പൊൻചഷകങ്ങളിലാണ് പാനീയങ്ങൾ പകർന്നിരുന്നത്. രാജകീയ വീഞ്ഞും രാജാവിൻ്റെ ഔദാര്യമനുസരിച്ച് നിർലോഭം വിളമ്പി. കുടിക്കുന്നത് നിയമാനുസൃതമായിരുന്നു, എന്നാൽ കുടിക്കാനാരെയും നിർബന്ധിച്ചില്ല. ഓരോരുത്തരുടെയും ഇഷ്ടം നോക്കണമെന്ന് സേവകന്മാർക്ക് രാജാവ് കൽപ്പന കൊടുത്തിരുന്നു. അഹസ്വേരുസ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് വാഷ്തി രാജ്ഞിയും ഒരു വിരുന്ന് നൽകി. 7-ാം ദിവസം രാജാവിൻ്റെ ഹൃദയം വീഞ്ഞു കുടിച്ച് സന്തുഷ്ടമായപ്പോൾ വാഷ്തി രാജ്ഞിയുടെ സൗന്ദര്യം ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവളെ രാജകീയ കിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ ആനയിക്കാൻ അഹസ്വേരുസ് രാജാവ് കൊട്ടാരത്തിലെ സേവകന്മാരായ മെഹുമാൻ, ബിസ്ത, ഹർബോണ, ബിക്ത, അബാക്ത, സേതാർ, കാർക്കാസ് എന്നീ 7 ഷണ്ഡന്മാരോട് കൽപ്പിച്ചു. രാജ്ഞി കാഴ്ചയ്ക്ക് വളരെ അഴകുള്ളവളായിരുന്നു. ഷണ്ഡന്മാർ അറിയിച്ച രാജകൽപ്പനയനുസരിച്ച് വരുന്നതിന് വാഷ്തി രാജ്ഞി വിസമ്മതിച്ചു. തന്മൂലം രാജാവ് കോപിച്ചു. കോപം ഉള്ളിൽ ആളിക്കത്തി. നിയമത്തിലും ന്യായത്തിലും പാണ്ഡിത്യമുള്ളവരോട് ആലോചന ചോദിക്കുക രാജാവിന് പതിവായിരുന്നു. തൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പേർഷ്യയിലെയും മേദിയായിലെയും പ്രഭുക്കന്മാരായ കർഷേന, ഷത്താർ, അത്മാഥ, താർഷീഷ്, മേരസ്, മർസേന, മെമുക്കാൻ എന്നീ ജ്ഞാനികളും പ്രമുഖന്മാരുമായ 7 പേരോട് രാജാവ് ആരാഞ്ഞു. നിയമമനുസരിച്ച് വാഷ്തി രാജ്ഞിയോട് എന്താണ് ചെയ്യേണ്ടത്? അഹസ്വേരുസ് രാജാവ് ഷണ്ഡന്മാർ മുഖേന അറിയിച്ച കൽപ്പന അവൾ അനുസരിച്ചില്ല. അപ്പോൾ മെമുക്കാൻ രാജാവിനോടും പ്രഭുക്കന്മാരോടുമായി പറഞ്ഞു, രാജാവിനോട് മാത്രമല്ല പ്രഭുക്കന്മാരോടും അഹസ്വേരുസ് രാജാവിൻ്റെ എല്ലാ പ്രവിശ്യകളിൽ നിന്നുള്ള സകല ജനങ്ങളോടുമാണ് വാഷ്തി രാജ്ഞി തെറ്റ് ചെയ്തിരിക്കുന്നത്. രാജ്ഞിയുടെ ഈ പ്രവൃത്തി എല്ലാ സ്ത്രീകളും അറിയുകയും ഭർത്താക്കന്മാരെ അവർ അവജ്ഞയോടെ വീക്ഷിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യും. അവർ പറയും, തൻ്റെ മുമ്പിൽ വരാൻ അഹസ്വേരുസ് രാജാവ് വാഷ്തി രാജ്ഞിയോട് ആജ്ഞാപിച്ചു, അവൾ ചെന്നില്ല. രാജ്ഞിയുടെ പെരുമാറ്റത്തെപ്പറ്റി കേട്ട പേർഷ്യയിലെയും മേദിയായിലെയും വനിതകൾ അതിനെപ്പറ്റി ഇന്ന് തന്നെ രാജാവിൻ്റെ സകല പ്രഭുക്കന്മാരോടും പറയും. അങ്ങനെ എങ്ങും വലിയ അവജ്ഞയും അമർഷവും ഉണ്ടാകും. രാജാവിൻ്റെ ഹിതമെങ്കിൽ വാഷ്തി ഇനിയൊരിക്കലും അഹസ്വേരുസ് രാജാവിൻ്റെ മുൻപിൽ വരരുതെന്ന് ഒരു രാജശാസനം പുറപ്പെടുവിച്ച് അതിന് മാറ്റം വരാതിരിക്കത്തക്ക വിധം അത് പേർഷ്യക്കാരുടെയും മേദിയക്കാരുടെയും നിയമങ്ങളിൽ എഴുതട്ടെ. രാജ്ഞീപദം അവളെക്കാൾ ശ്രേഷ്ഠയായ ഒരുവൾക്ക് രാജാവ് നൽകുകയും ചെയ്യട്ടെ. അപ്രകാരം രാജകൽപ്പന വിസ്തൃതമായ രാജ്യത്തെങ്ങും വിളംബരം ചെയ്യുമ്പോൾ സകല സ്ത്രീകളും
വലിയവരും ചെറിയവരും തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും. ഈ ഉപദേശം രാജാവിനും പ്രഭുക്കന്മാർക്കും ഇഷ്ടപ്പെട്ടു. മെമുക്കാൻ നിർദ്ദേശിച്ചതുപോലെ രാജാവ് ചെയ്തു. പുരുഷന്മാർ വീടുകളിൽ നാഥന്മാരായിരിക്കണമെന്ന് രാജാവ് തൻ്റെ സകല പ്രവിശ്യകളിലേക്കും എഴുത്തുകൾ അയച്ചു. ഓരോ പ്രവിശ്യയ്ക്കും അതിൻ്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതിൻ്റെ ഭാഷയിലുമാണ് എഴുതിയത്. എസ്തേർ അധ്യായം 2. കോപം ശമിച്ചപ്പോൾ അഹസ്വേരോസ് രാജാവ് വാഷ്തിയെയും അവളുടെ പ്രവൃത്തിയെയും അവൾക്കെതിരെ പുറപ്പെടുവിച്ച കൽപ്പനയെയും ഓർത്തു. രാജാവിനെ സേവിച്ചിരുന്ന ഭൃത്യന്മാർ പറഞ്ഞു, സൗന്ദര്യമുള്ള യുവകന്യകമാരെ രാജാവിന് വേണ്ടി അന്വേഷിക്കട്ടെ. രാജ്യത്തെ സകല പ്രവിശ്യകളിലും രാജാവ് സേവകന്മാരെ നിയമിച്ചാലും അവർ സ്ത്രീകളുടെ ചുമതല വഹിക്കുന്നവനും രാജാവിൻ്റെ ഷണ്ഡനുമായ ഹെഗായിയുടെ നേതൃത്വത്തിൽ തലസ്ഥാനമായ സൂസായിലെ അന്തഃപുരത്തിൽ സൗന്ദര്യമുള്ള സകല യുവകന്യകമാരെയും കൊണ്ടുവരട്ടെ. അവർക്ക് വേണ്ട ലേപന വസ്തുക്കളും കൊടുക്കട്ടെ. രാജാവിന് ഇഷ്ടപ്പെടുന്ന കന്യക വാഷ്തിക്ക് പകരം രാജ്ഞിയാകട്ടെ. ഇത് രാജാവിന് ഇഷ്ടപ്പെട്ടു. അവൻ അങ്ങനെ ചെയ്തു. തലസ്ഥാനമായ സൂസായിൽ മൊർദെഖായി എന്ന ഒരു യഹൂദൻ ഉണ്ടായിരുന്നു. അവൻ ബെഞ്ചമിൻ ഗോത്രജനായ കിഷിന്റെ മകൻ ഷിമേയിയുടെ മകനായ ജായീറിന്റെ മകനായിരുന്നു. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ യൂദാ രാജാവായ യഖോണിയായോടൊപ്പം ജെറുസലമിൽ നിന്ന് തടവുകാരായി കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ അവനും ഉൾപ്പെട്ടിരുന്നു. അവൻ തൻ്റെ പിതൃസഹോദരൻ്റെ മകളായ ഹദാസയെ എസ്തേറിനെ വളർത്തിയിരുന്നു. അവൾക്ക് അപ്പനും അമ്മയും ഇല്ലായിരുന്നു. ആ യുവതി രൂപവതിയും സുമുഖിയുമായിരുന്നു. മാതാപിതാക്കൾ മരിച്ച അവളെ മൊർദെഖായി സ്വന്തം മകളായി സ്വീകരിച്ചു. രാജാവ് വിളംബരം ചെയ്ത കൽപ്പനയനുസരിച്ച് തലസ്ഥാനമായ സൂസായിൽ കൊണ്ടുവന്ന് സ്ത്രീകളുടെ ചുമതല വഹിക്കുന്ന ഹെഗായിയെ ഏൽപ്പിച്ച അനേകം കന്യകമാരുടെ കൂട്ടത്തിൽ എസ്തേറും ഉണ്ടായിരുന്നു. അവളെ അവൻ ഇഷ്ടപ്പെടുകയും അവൾ അവൻ്റെ പ്രീതി നേടുകയും ചെയ്തു. അവൻ അവൾക്കാവശ്യമായ സുഗന്ധതൈലങ്ങളും ഭക്ഷണവും രാജകൊട്ടാരത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത 7 തോഴിമാരെയും കൊടുത്തു. അവൾക്കും തോഴിമാർക്കും അന്തഃപുരത്തിലെ ഏറ്റവും നല്ല സ്ഥലം നൽകി. തൻ്റെ വംശമോ കുലമോ എസ്തേർ ആർക്കും വെളിപ്പെടുത്തിയില്ല. അതാരോടും പറയരുതെന്ന് മൊർദെഖായി അവളോട് കൽപ്പിച്ചിരുന്നു. എസ്തേറിന് സുഖമാണോ എന്നറിയാൻ മൊർദെഖായി ദിവസവും അന്തഃപുരത്തിൻ്റെ മുൻവശത്തുകൂടെ നടക്കുമായിരുന്നു. യുവതികളുടെ സൗന്ദര്യവർദ്ധനത്തിന് 6 മാസം മീറാ തൈലവും 6 മാസം സുഗന്ധദ്രവ്യങ്ങളും ലേപനങ്ങളും കൊണ്ടുള്ള പരിചരണ പരിപാടി നിശ്ചയിച്ചിരുന്നു. ഈ 12 മാസം കഴിഞ്ഞ് ഓരോ യുവതിയും തവണയനുസരിച്ച് അഹസ്വേരോസ് രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഓരോ യുവതിയും രാജസന്നിധിയിലേക്ക് പോകുമ്പോൾ താൻ ആഗ്രഹിക്കുന്നതെന്തും അന്തഃപുരത്തിൽ നിന്ന് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചിരുന്നു. സന്ധ്യയ്ക്ക് അവൾ പോയിട്ട് രാവിലെ ഉപനാരികളുടെ മേൽവിചാരകനും രാജാവിൻ്റെ ഷണ്ഡനുമായ ഷാഷ്ഗസിൻ്റെ കീഴിലുള്ള അന്തഃപുരത്തിലേക്ക് മടങ്ങും. രാജാവിന് അവളിൽ പ്രീതി തോന്നുകയും അവളെ പേര് ചൊല്ലി വിളിക്കുകയും ചെയ്തില്ലെങ്കിൽ അവൾ വീണ്ടും രാജസന്നിധിയിൽ പോവുകയില്ല. മൊർദെഖായിയുടെ പിതൃവ്യനായ അബിഹായിലിൻ്റെ മകളും അവൻ മകളായി ദത്തെടുത്തോളുമായ എസ്തേർ രാജസന്നിധിയിൽ ചെല്ലാനുള്ള തവണ വന്നപ്പോൾ രാജസ്ത്രീകളുടെ ചുമതലക്കാരനും രാജാവിൻ്റെ ഷണ്ഡനുമായ ഹെഗായി
നിർദ്ദേശിച്ചവയല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല. കാണുന്നവരുടെ എല്ലാം പ്രീതി എസ്തർ നേടിയിരുന്നു. രാജാവിൻ്റെ 7-ാം ഭരണവർഷം 10-ാം മാസം, അതായത് തേബത്ത് മാസം, കൊട്ടാരത്തിൽ അഹസ്വേരോസ് രാജാവിൻ്റെ അടുത്തേക്ക് എസ്തറിനെ കൊണ്ടുപോയി. രാജാവ് മറ്റെല്ലാ സ്ത്രീകളെയുംകാൾ കൂടുതൽ എസ്തറിനെ സ്നേഹിച്ചു. അവൻ്റെ മുൻപിൽ സകല കന്യകമാരെയുംകാൾ അധികം അവൾ പ്രീതിയും ആനുകൂല്യവും നേടി. തന്മൂലം അവൻ രാജകീയ കിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വാഷ്തിക്കു പകരം രാജ്ഞിയാക്കി. അനന്തരം രാജാവ് എസ്തറിൻ്റെ പേരിൽ തൻ്റെ എല്ലാ പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും ഒരു വലിയ വിരുന്ന് നൽകി. അവൻ പ്രവിശ്യകളുടെ നികുതികളിൽ ഇളവ് വരുത്തി തൻ്റെ രാജകീയ ഔദാര്യത്തിനൊത്ത വിധം സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു. 2-ാം പ്രാവശ്യം കന്യകമാരെ വിളിച്ചുകൂട്ടിയപ്പോൾ മൊർദെഖായി കൊട്ടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. എസ്തേറാകട്ടെ മൊർദെഖായി കൽപ്പിച്ചതനുസരിച്ച് തൻ്റെ വംശമോ കുലമോ വെളിപ്പെടുത്തിയിരുന്നില്ല. മൊർദെഖായി തന്നെ വളർത്തിയിരുന്ന കാലത്തെ പോലെ തന്നെ ഇപ്പോഴും എസ്തർ അവനെ അനുസരിച്ചിരുന്നു. ആ നാളുകളിൽ മൊർദെഖായി കൊട്ടാരവാതിൽക്കൽ ഇരിക്കുമ്പോൾ വാതിൽ കാവൽക്കാരും രാജാവിൻ്റെ ഷണ്ഡന്മാരുമായ ബിഗ്താനും തേരഷും കോപം പൂണ്ട് അഹസ്വേരോസ് രാജാവിനെ വധിക്കാൻ ആലോചിച്ചു. ഇക്കാര്യം മൊർദെഖായി അറിയുകയും അവനത് എസ്തർ രാജ്ഞിയോട് പറയുകയും ചെയ്തു. എസ്തർ അത് മൊർദെഖായിക്ക് വേണ്ടി രാജാവിനെ അറിയിച്ചു. അന്വേഷിച്ചപ്പോൾ അത് ശരിയാണെന്ന് കണ്ടു. ആ 2 പേരും കഴിവിലേറ്റപ്പെട്ടു. രാജസാന്നിധ്യത്തിൽ ഇത് ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തി. എസ്തർ അധ്യായം 3. ഇവയ്ക്ക് ശേഷം അഹസ്വേരോസ് രാജാവ് അഗാഗ് വംശജനും ഹമ്മേദാഥായുടെ മകനുമായ ഹാമാന് സ്ഥാനക്കയറ്റവും ഉന്നത പദവിയും നൽകി. അവനെ മറ്റ് പ്രഭുക്കന്മാരെക്കാൾ ഉന്നതനായി പ്രതിഷ്ഠിച്ചു. കൊട്ടാരവാതിൽക്കലുണ്ടായിരുന്ന സകല രാജസേവകന്മാരും ഹാമാന്റെ മുമ്പിൽ കുമ്പിട്ട് ആദരം കാണിച്ചു. അങ്ങനെ ചെയ്യണമെന്ന് രാജാവ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മൊർദെഖായി മുട്ടുമടക്കുകയോ അവനെ വണങ്ങുകയോ ചെയ്തില്ല. കൊട്ടാരവാതിൽക്കലുള്ള സേവകന്മാർ മൊർദെഖായിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ രാജകൽപ്പന ധിക്കരിക്കുന്നത്? പല ദിവസം പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ലെന്ന് കണ്ട് അവൻ വഴങ്ങുമോ എന്നറിയാൻ വിവരം അവർ ഹാമാനോട് പറഞ്ഞു. താൻ യഹൂദനാണെന്ന് മൊർദെഖായി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊർദെഖായി തന്നെ കുമ്പിട്ട് വണങ്ങുന്നില്ലെന്നറിഞ്ഞപ്പോൾ ഹാമാൻ ക്രുദ്ധനായി. മൊർദെഖായിയുടെ മേൽ മാത്രം കൈവച്ചാൽ പോരെന്ന് അവന് തോന്നി. മൊർദെഖായിയുടെ വംശമെന്ന് അവൻ അറിഞ്ഞിരുന്ന യഹൂദരെ മുഴുവൻ അഹസ്വേരോസിൻ്റെ രാജ്യത്തു നിന്ന് നിർമൂലനം ചെയ്യണമെന്ന് ഹാമാൻ ആഗ്രഹിച്ചു. അഹസ്വേരോസ് രാജാവിൻ്റെ 12-ാം ഭരണവർഷം ആദ്യമാസമായ നീസാൻ മാസം ഹാമാന്റെ മുമ്പിൽ വെച്ച് അവർ ദിനംതോറും കുറിയിട്ടു. 12-ാം മാസമായ ആദാർ വരെ അവർ 1 മാസവും മുടങ്ങാതെ അത് തുടർന്നു. പിന്നെ ഹാമാൻ അഹസ്വേരോസ് രാജാവിനോട് പറഞ്ഞു, നിന്റെ രാജ്യത്തെ സകല പ്രവിശ്യകളിലെയും ജനങ്ങളുടെ ഇടയിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന ഒരു വംശമുണ്ട്. അവരുടെ നിയമങ്ങൾ മറ്റ് ജനതകളുടേതിൽ നിന്ന് ഭിന്നമാണ്. അവർ രാജാവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നില്ല. അവരെ വെച്ച് പുലർത്തുന്നത് രാജാവിന് നല്ലതാണെന്ന് തോന്നുന്നില്ല. രാജാവിന് ഇഷ്ടമെങ്കിൽ അവരെ നശിപ്പിക്കാൻ കൽപ്പിച്ചാലും ഞാൻ അതിനുവേണ്ടി ഭണ്ഡാരത്തിലേക്ക് രാജാവിൻ്റെ കാര്യവിചാരകന്മാരുടെ പക്കൽ 10,000 താലന്ത് വെള്ളി നൽകാം. അതനുസരിച്ച് രാജാവ് തൻ്റെ മുദ്രമോതിരം ഊരി
യഹൂദരുടെ വിരോധിയും ഹമ്മേദാഥായുടെ മകനും അഗാഗ്യനുമായ ഹാമാന് കൊടുത്തു. രാജാവ് ഹാമാനോട് പറഞ്ഞു, ആ ധനം നീ തന്നെ സൂക്ഷിച്ചുകൊള്ളൂ, ആ ജനതയോട് നിനക്കിഷ്ടമുള്ളത് ചെയ്തുകൊള്ളുക. ആദ്യ മാസം 13-ാം ദിവസം രാജാവിൻ്റെ എഴുത്തുകാരെ വിളിച്ചുകൂട്ടി ഹാമാൻ കൽപ്പിച്ചതുപോലെ അവർ ഒരു രാജശാസനം എഴുതിയുണ്ടാക്കി. രാജപ്രതിനിധികൾക്കും സകല പ്രവിശ്യകളിലെയും നാടുവാഴികൾക്കും എല്ലാ ജനതകളുടെയും പ്രഭുക്കന്മാർക്കും ഓരോ പ്രവിശ്യയ്ക്കും അതതിൻ്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതതിൻ്റെ ഭാഷയിലും അഹസ്വേരുസ് രാജാവിൻ്റെ നാമത്തിൽ എഴുതി രാജമോതിരം കൊണ്ട് അതിൽ മുദ്ര വെച്ചു. സകല യഹൂദരെയും യുവാക്കന്മാരെയും വൃദ്ധന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും 12-ാം മാസമായ ആദാർ മാസം 13-ാം തീയതി ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കുന്നതിനും കൊല്ലുന്നതിനും വംശനാശം വരുത്തുന്നതിനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കുന്നതിനും രാജാവിൻ്റെ സകല പ്രവിശ്യകളിലേക്കും ദൂതന്മാർ വഴി കത്തുകൾ അയച്ചു. The Book of Esther. The Book of Esther is named after its Jewish heroine. It tells the story of the plot of Haman the Agagite, jealous and powerful vizier of King Xerxes, Ahasuerus of Persia, to destroy in a single day all the Jews living in the Persian Empire. He is moved to this out of hatred for the Jewish servant Mordecai, who for religious motives refuses to render him homage. The day of the proposed massacre is determined by lot. Meanwhile, Esther, niece and adopted daughter of Mordecai, is chosen queen by King Xerxes in place of Vashti. She averts the pogrom planned against her people and has the royal decree of extermination reversed against Haman and the enemies of the Jews. Mordecai replaces Haman and, together with Esther, works for the welfare of their people. The event is celebrated with feasting and great joy, and the memory of it is to be perpetuated by the annual observance of the Feast of Purim, lots, when the lot of destruction for the Jews was reversed for one of deliverance and triumph by Queen Esther and her uncle Mordecai. The purpose of the book is didactic, the glorification of the Jewish people and the explanation of the origin, significance, and date of the Feast of Purim on the 14th and 15th of Adar. The book was intended as a consolation for Israel, a reminder that God's providence continually watches over them, never abandoning them when they serve Him faithfully or turn to Him in sincere repentance. There is no justification for interpreting the story in mythological or cultic terms, as though Mordecai and Esther represented Marduk and Ishtar in their mythological triumph over two Elamite deities. The Hebrew text of Esther is found in the Hebrew Bible, where it is the last of the 5 megilloth, or scrolls, read on special feasts of the Jewish liturgical year. The book is a free composition, not a historical document, despite the Achaemenian coloring of the narrative. Its time of composition may well have been at the end of the Persian Empire toward the close of the 4th century BC. The author shows skill in developing his story and in using the art of contrast for instruction and edification. The solution to the difficulties of the book is to be found in its literary presentation rather than in a forced attempt to square detailed data of the narrative with facts. The evident literary motif of the reversal of fortune of the prosperous wicked and the oppressed virtuous through eventual punishment of the former and triumph of the latter finds parallels in the story of Joseph and of Judith. The book is vindictive, but it should be remembered that the precept of love of enemies had not yet been taught by the word and example of Christ. The text of Esther, written originally in Hebrew, was transmitted in 2 forms, a short Hebrew form and a longer Greek version. The latter contains 107 additional verses inserted at appropriate places within the Hebrew form of the text. A few of these seem to have a Hebrew origin, while the rest are Greek in original composition. It is possible that the Hebrew form of the text is original throughout. If it systematically omits reference to God and His providence over Israel, this is perhaps due to fear of irreverent response.
The Greek text with the above-mentioned additions is probably a latter literary paraphrase in which the author seeks to have the reader share his sentiments. This standard Greek text is pre-Christian in origin. The Church has accepted the additions as equally inspired with the rest of the book. In the present translation, the portions preceded by the letters A through F indicate the underlying Greek additions referred to above. The regular chapter numbers apply to the Hebrew text. The Book of Esther, Chapter A. In the 2nd year of the reign of the great king Ahasuerus, on the 1st day of Nisan, Mordecai, son of Jair, son of Shimei, son of Kish, of the tribe of Benjamin, had a dream. He was a Jew residing in the city of Susa, a prominent man who served at the king's court, and one of the captives whom Nebuchadnezzar, king of Babylon, had taken from Jerusalem with Jeconiah, king of Judah. This was his dream. There was noise and tumult, thunder and earthquake, confusion upon the earth. 2 great dragons came on, both poised for combat. They uttered a mighty cry, and at their cry every nation prepared for war to fight against the race of the just. It was a dark and gloomy day. Tribulation and distress, evil and great confusion lay upon the earth. The whole race of the just were dismayed with fear of the evils to come upon them, and were at the point of destruction. Then they cried out to God, and as they cried there appeared to come forth a great river, a flood of water from a little spring. The light of the sun broke forth, the lowly were exalted, and they devoured the nobles. Having seen this dream, and what God intended to do, Mordecai awoke. He kept it in mind, and tried in every way until night to understand its meaning. Mordecai lodged at the court with Bagathan and Thares, 2 eunuchs of the king who were court guards. He overheard them plotting, investigated their plans, and discovered that they were preparing to lay hands on King Ahasuerus. So he informed the king about them. And the king had the 2 eunuchs questioned, and upon their confession put to death. Then the king had these things recorded. Mordecai, too, put them into writing. The king also appointed Mordecai to serve at the court, and rewarded him for his actions. Haman, however, son of Hammedatha the Agagite, who was in high honor with the king, sought to harm Mordecai and his people because of the 2 eunuchs of the king. Chapter 1. During the reign of Ahasuerus, this was the Ahasuerus who ruled over 127 provinces from India to Ethiopia, while he was occupying the royal throne in the stronghold of Susa in the 3rd year of his reign, he presided over a feast for all his officers and ministers, the Persian and Median aristocracy, the nobles, and the governors of the provinces. For as many as 180 days he displayed the glorious riches of his kingdom and the resplendent wealth of his royal estate. At the end of this time the king gave a feast of 7 days in the garden court of the royal palace for all the people, great and small, who were in the stronghold of Susa. There were white cotton draperies and violet hangings, held by cords of crimson byssus from silver rings on marble pillars. Gold and silver couches were on the pavement, which was of porphyry, marble, mother-of-pearl, and colored stones. Liquor was served in a variety of golden cups, and the royal wine flowed freely, as befitted the king's munificence. By ordinance of the king the drinking was unstinted, for he had instructed all the stewards of his household to comply with the good pleasure of everyone. Queen Vashti also gave a feast for the women inside the royal palace of King Ahasuerus. On the 7th day, when the king was merry with wine, he instructed Mehuman, Biztha, Harbona, Bigtha, Abagtha, Zethar, and Carcas, the 7 eunuchs who attended King Ahasuerus, to bring Queen Vashti into his presence, wearing the royal crown, that he might display her beauty to the populace and the officials, for she was lovely to behold. But Queen Vashti refused to come at the royal order issued through the eunuchs. At this the king's wrath flared up, and he burned with fury. He conferred with the wise men versed in the law, because the king's business was conducted in general consultation with lawyers and jurists. He summoned Karshena, Shethar,
Adamatha, Tarshish, Meres, Marsena, and Memucan, the 7 Persian and Median officials who were in the king's personal service, and held first rank in the realm, and asked them, "What is to be done by law with Queen Vashti for disobeying the order of King Ahasuerus issued through the eunuchs?" In the presence of the king and of the officials, Memucan answered, "Queen Vashti has not wronged the king alone, but all the officials and the populace throughout the provinces of King Ahasuerus. For the queen's conduct will become known to all the women, and they will look with disdain upon their husbands when it is reported, King Ahasuerus commanded that Queen Vashti be ushered into his presence, but she would not come. This very day the Persian and Median ladies who hear of the queen's conduct will rebel against all the royal officials with corresponding disdain and rancor. If it please the king, let an irrevocable royal decree be issued by him and inscribed among the laws of the Persians and Medes, forbidding Vashti to come into the presence of King Ahasuerus, and authorizing the king to give her royal dignity to one more worthy than she. Thus, when the decree which the king will issue is published throughout his realm, vast as it is, all wives will honor their husbands, from the greatest to the least." This proposal found acceptance with the king and the officials, and the king acted on the advice of Memucan. He sent letters to all the royal provinces, to each province in its own script, and to each people in its own language, to the effect that every man should be lord in his own home. Chapter 2. After this, when King Ahasuerus' wrath had cooled, he thought over what Vashti had done and what had been decreed against her. Then the king's personal attendants suggested, "Let beautiful young virgins be sought for the king. Let the king appoint commissaries in all the provinces of his realm to bring together all beautiful young virgins to the harem in the stronghold of Susa. Under the care of the royal eunuch Hegai, custodian of the women, let cosmetics be given them. Then the girl who pleases the king shall reign in place of Vashti." This suggestion pleased the king, and he acted accordingly. There was in the stronghold of Susa a certain Jew named Mordecai, son of Jair, son of Shimei, son of Kish, a Benjamite, who had been exiled from Jerusalem with the captives taken with Jeconiah, king of Judah, whom Nebuchadnezzar, king of Babylon, had deported. He was foster father to Hadassah, that is Esther, his cousin, for she had lost both father and mother. The girl was beautifully formed and lovely to behold. On the death of her father and mother, Mordecai had taken her as his own daughter. When the king's order and decree had been obeyed, and many maidens brought together to the stronghold of Susa under the care of Hegai, Esther also was brought into the royal palace under the care of Hegai, custodian of the women. The girl pleased him and won his favor, so he promptly furnished her with cosmetics and provisions. Then, picking out 7 maids for her from the royal palace, he transferred both her and her maids to the best place in the harem. Esther did not reveal her nationality or family, for Mordecai had commanded her not to do so. Day by day Mordecai would walk about in front of the court of the harem to learn how Esther was faring and what was to become of her. Each girl went in turn to visit King Ahasuerus after the 12 months' preparation decreed for the women. Of this period of beautifying treatment, 6 months were spent with oil of myrrh, and the other 6 months with perfumes and cosmetics. Then when the girl was to visit the king, she was allowed to take with her from the harem to the royal palace whatever she chose. She would go in the evening and return in the morning to a second harem under the care of the royal eunuch Shashgaz, custodian of the concubines. She could not return to the king unless he was pleased with her and had her summoned by name. As for Esther, daughter of Abihail and adopted daughter of his nephew Mordecai, when her turn came to visit the king, she did not ask for anything but what the royal eunuch Hegai, custodian of the women, suggested. Yet she won the admiration of all who saw her. Esther was led to King Ahasuerus in his palace in the 10th month, Tebeth, in the 7th year of his reign. The king loved Esther more than all other women, and of all the virgins she won his favor and benevolence.
So he placed the royal diadem on her head, and made her queen in place of Vashti. Then the king gave a great feast in honor of Esther to all his officials and ministers, granting a holiday to the provinces, and bestowing gifts with royal bounty. To resume, from the time the virgins had been brought together, and while Mordecai was passing his time at the king's gate, Esther had not revealed her family or nationality, because Mordecai had told her not to, and Esther continued to follow Mordecai's instructions, just as she had when she was being brought up by him. And during the time that Mordecai spent at the king's gate, Bagathan and Tharis, two of the royal eunuchs who guarded the entrance, had plotted in anger to lay hands on King Ahasuerus. When the plot became known to Mordecai, he told Queen Esther, who in turn informed the king for Mordecai. The matter was investigated and verified, and both of them were hanged on a gibbet. This was written in the annals for the king's use. Chapter 3. After these events, King Ahasuerus raised Haman, son of Hammedatha the Agagite, to high rank, seating him above all his fellow officials. All the king's servants who were at the royal gate would kneel and bow down to Haman, for that is what the king had ordered in his regard. Mordecai, however, would not kneel and bow down. The king's servants who were at the royal gate said to Mordecai, "Why do you disobey the king's order?" When they had reminded him day after day, and he would not listen to them, they informed Haman to see whether Mordecai's explanation was acceptable, since he had told them that he was a Jew. When Haman observed that Mordecai would not kneel and bow down to him, he was filled with anger. Moreover, he thought it was not enough to lay hands on Mordecai alone. Since they had told Haman of Mordecai's nationality, he sought to destroy all the Jews, Mordecai's people, throughout the realm of King Ahasuerus. In the 1st month, Nisan, in the 12th year of King Ahasuerus, the put, or lot, was cast in Haman's presence, to determine the day and the month for the destruction of Mordecai's people on a single day. And the lot fell on the 13th day of the 12th month Adar. Then Haman said to King Ahasuerus, "Dispersed among the nations throughout the provinces of your kingdom there is a certain people living apart, with laws differing from those of every other people. They do not obey the laws of the king, and so it is not proper for the king to tolerate them. If it please the king, let a decree be issued to destroy them, and I will deliver to the procurators 10,000 silver talents for deposit in the royal treasury." The king took the signet ring from his hand, and gave it to Haman, son of Hammedatha the Agagite, the enemy of the Jews. "The silver you may keep," the king said to Haman, "but as for this people, do with them whatever you please." So the royal scribes were summoned, and on the 13th day of the 1st month they wrote, at the dictation of Haman, an order to the royal satraps, the governors of every province, and the officials of every people, to each province in its own script, and to each people in its own language. It was written in the name of King Ahasuerus, and sealed with the royal signet ring. Letters were sent by couriers to all the royal provinces, that all the Jews, young and old, including women and children, should be killed, destroyed, wiped out in one day, the 13th day of the 12th month, Adar, and that their goods should be seized as spoil. Chapter B. This is a copy of the letter. The great king Ahasuerus writes to the satraps of the 127 provinces from India to Ethiopia, and the governors subordinate to them, as follows. When I came to rule many peoples and to hold sway over the whole world, I determined not to be carried away with a sense of power, but always to deal fairly and with clemency, to provide for my subjects a life of complete tranquility, and by making my government humane and effective as far as the borders, to restore the peace desired by all men. When I consulted my counselors as to how this might be accomplished, Haman, who excels among us in wisdom, who is outstanding for constant devotion and steadfast loyalty, and who has gained the 2nd rank in the kingdom,
brought it to our attention that mixed in with all the races throughout the world, there is one people of bad will, which by its laws is opposed to every other people, and continually disregards the decrees of kings, so that the unity of empire, blamelessly designed by us, cannot be established. Having noted, therefore, that this most singular people is continually at variance with all men, lives by divergent and alien laws, is inimical to our interests, and commits the worst crimes, so that stability of government cannot be obtained, we hereby decree that all those who are indicated to you in the letters of Haman, who is in charge of the administration and is a second father to us, shall, together with their wives and children, be utterly destroyed by the swords of their enemies without any pity or mercy on the 14th day of the 12th month Adar of the current year, so that when these people, whose present ill will is of long standing, have gone down into the nether world by a violent death on one same day, they may at last leave our affairs stable and undisturbed for the future. A copy of the decree to be promulgated as law in every province was published to all the peoples, that they might be prepared for that day. The courier set out in haste at the king's command. Meanwhile the decree was promulgated in the stronghold of Susa. The king and Haman then sat down to feast, but the city of Susa was thrown into confusion.